പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ ഇടതുമുന്നണി യോഗത്തിൽ ഒന്നും മിണ്ടാതെ CPI LDF-ൽ അവകാശവാദം ഉന്നയിച്ചില്ല. വിശാല CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം വീണ്ടും LDF യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട്. വിജിൻ വായാന്തോട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. വിജിൻ, 3 മാസത്തിന് ശേഷമാണ് ഇന്ന് LDF-ന്റെ യോഗം നടക്കുന്നത്. ഇതിൽ ഈ പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ ഒരു ചർച്ചയുണ്ടാകുമെന്നൊക്കെയായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ അത്തരമൊരു ചർച്ചയെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായില്ലേ? ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുറത്തേക്കിറങ്ങി വന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അത് തന്നെയാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. LDF-ൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, അത് CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കമാണ് എന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നത്. ഈ 3 മാസം നീണ്ടുനിന്ന LDF യോഗം ചേരാൻ കഴിയാത്ത സാഹചര്യം അത് CPI ഉയർത്തിയ കടുത്ത എതിർപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. അതായത് ഉപനേതൃ പദവി തങ്ങൾക്ക് വേണം എന്നുള്ള കർശനമായ നിലപാട് CPI സ്വീകരിച്ചു പോവുകയായിരുന്നു. എന്നാൽ അത് നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് CPM-ഉം സ്വീകരിച്ചു. അതോടെയാണ് LDF യോഗം ചേരാനോ LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാനോ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ 3 മാസത്തിന് ശേഷം LDF യോഗം കൂടിയപ്പോഴും CPI ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യമേ LDF യോഗത്തിൽ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം. CPI നേതാക്കളും ഒപ്പം തന്നെ LDF-ലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും ഒക്കെ വ്യക്തമാക്കിയതും അത് തന്നെയാണ്. CPM-മായി ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചർച്ച തുടരും. തങ്ങൾ ഉന്നയിച്ച ആവശ്യം അത് ഇപ്പോഴും തങ്ങൾ അങ്ങനെ തന്നെ ഉന്നയിക്കുകയാണെന്നുള്ളതാണ് CPI നേതാക്കളുടെ നിലപാട്, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്. എന്തായാലും നിലവിൽ ഇപ്പോൾ LDF യോഗം, ഇടതുമുന്നണി യോഗം സെപ്റ്റംബർ അവസാന വാരം ചേരാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ 2 മണിക്കൂർ നീണ്ടുനിന്ന LDF യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് CPM-ന്റെ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം സെപ്റ്റംബർ 13 മുതൽ 15 വരെ കോഴിക്കോട് ചേരുന്നുണ്ട്. അതിനുശേഷം LDF യോഗം ചേരുക എന്ന തീരുമാനമാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ആ LDF യോഗത്തിൽ അതത് പാർട്ടികൾ നടത്തിയ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ട് ഉൾപ്പെടെയാണ് ചർച്ച ചെയ്യുക. അത് വിശാലമായൊരു LDF യോഗമായി മാറും എന്നുള്ളതാണ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അതിനാണ് സെപ്റ്റംബർ അവസാനത്തേക്ക് ആ LDF യോഗം നിലവിൽ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. എന്തായാലും LDF-നെ വളരെ പ്രതിസന്ധിയിലാക്കിയ വിഷയമായിരുന്നു CPI ഉപനേതൃ പദവി ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ആ ഉപനേതൃ പദവി ആവശ്യം വെറും മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം പറയുന്ന നിലയിലേക്ക് CPIയുടെ നിലപാട് മാറിയിരിക്കുന്നു എന്നതാണ്. ഒരു പ്ലാറ്റ്ഫോം CPIക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന്. പക്ഷേ അത്തരം ഒരു നിലപാട് ആവർത്തിക്കാനോ നിലപാട് ആ യോഗത്തിൽ പറയാനോ CPI നേതാക്കൾ ഇന്ന് തയ്യാറായിട്ടില്ല. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒപ്പം തന്നെ സത്യൻ മൊകേരിയുമാണ്. പക്ഷേ ഇരുവരും ആ കാര്യങ്ങൾ LDF യോഗത്തിൽ ആവശ്യപ്പെട്ടില്ല. ഒപ്പം തന്നെ അത് CPIയും CPM തമ്മിലുള്ള തർക്കം മാത്രമാണ് എന്നാണ് ഇപ്പോൾ അവർ വിശദീകരിക്കുന്നത്.